പൊതുവേ മാമ്പഴക്കാലം ഉണ്ടല്ലോ എന്നെ ഒരുപാട് നല്ല ഓർമ്മകളിലേക്ക് കൊണ്ടുപോകും കേട്ടോ. ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഞങ്ങൾ തറവാട്ടിൽ വരുന്നതും മുത്തച്ഛനും അമ്മൂമ്മയും ചിറ്റമാരും കുട്ടികളും എല്ലാവരും കൂടി കൂടുന്നതും അതൊരു കാലം ആലോചിക്കാനില്ല. ശരിക്കും മാമ്പഴക്കാലം എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഞങ്ങളുടെ കുട്ടിക്കാലം ഉണ്ടായിരുന്നത്. ആ തറവാട്ടിൽ കൊണ്ടൊരു സുഖം ഒന്നിനും കിട്ടില്ല കേട്ടോ. എല്ലാവരും കൂടി ചിറ്റമാരും കുഞ്ഞച്ഛനും മക്കളും മുത്തച്ഛനും അമ്മൂമ്മയും ആ 2 മാസം കൊണ്ട് ഞങ്ങൾ അറിയില്ല. ഞങ്ങളുടെ സ്കൂളിൽ കൂട്ടുമ്പോൾ തന്നെ ഞങ്ങളുടെ മുത്തച്ഛൻ വന്ന് ഞങ്ങളെ കൊണ്ടുപോരും. അന്നത്തെ കാലത്ത് അവർ കാത്തിരിക്കുകയായിരിക്കും ഞങ്ങളുടെ വരവ്, മുത്തച്ഛനും അമ്മൂമ്മയും. അങ്ങനെ ഓരോ മാമ്പഴക്കാലം കാണുമ്പോഴും എനിക്ക് അവരുടെ ഓർമ്മകളും ആ കുട്ടിക്കാലവും ഒക്കെ എന്നെ വല്ലാണ്ട് ആ പഴയ ഓർമ്മകളിലേക്ക് കൊണ്ടുപോകും കേട്ടോ. അങ്ങനെ ഞാൻ ഇന്ന് ഒരു മാമ്പഴക്കൂട്ടാൻ ഉണ്ടാക്കി. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കൂട്ടാനാണ് മാമ്പഴക്കൂട്ടാൻ. അപ്പോൾ സാധാരണ ചപ്പിക്കുടിയോ മാങ്ങ എല്ലാവരും മാമ്പഴക്കൂട്ടാൻ വയ്ക്കുക. പക്ഷെ ഞാൻ എപ്പോഴും മാമ്പഴക്കൂട്ടാൻ വയ്ക്കുക ഇത്തിരി മാംസമുള്ള മാങ്ങ കൊണ്ടാണ്. അപ്പോൾ എന്താണെന്നറിയോ, നല്ല തിക്ക് ഗ്രേവി കിട്ടും. ഞാൻ അതിൻ്റെ റെസിപ്പി ഞാൻ ഉണ്ടാക്കണമെന്ന് വേഗം പറയാം കേട്ടോ. മാമ്പഴം നല്ലോണം കഴുകിയിട്ട് അതൊന്ന് കുക്കറിലിടുക. അങ്ങനെ തന്നെ തൊലി അടക്കം 1-2 വിസിൽ കഴിയുമ്പോൾ അതെടുത്ത് തൊലി കളഞ്ഞ് ആ മാങ്ങ വേറൊരു പാത്രത്തിലേക്ക് മാറ്റും. അതിന് ശേഷം ആ മാങ്ങയുടെ പിട്ട് നല്ലോണം ഞെരടിപ്പിഴിഞ്ഞ് ആ ചാറും കൂടി അതിലൊഴിക്കും. എന്നിട്ട് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, 2 വല ശർക്കര. എനിക്ക് മാമ്പഴക്കൂട്ടാൻ്റെ മധുരം നല്ലോണം വേണം കേട്ടോ. 2 വല ശർക്കര കൂടി അടുപ്പത്ത് വെച്ച് നല്ലോണം ഒന്ന് കുറുകി വരുമ്പോൾ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ. അപ്പോൾ അടി പിടിക്കില്ല. 2 കരിവേപ്പില ഇട്ടോളൂ, ഒരു നല്ലൊരു വാസനയും വരും. നല്ലോണം ഒന്ന് പാകമായി വരുമ്പോൾ കുറച്ച് തൈര് മിക്സിയിലിട്ട് ചേർത്ത് ഒഴിക്കണം. അതിന് ശേഷം കുറച്ച് നാളികേരവും 2 പച്ചമുളകും 2 ജീരകവും കൂടി അരച്ച് അതിൽ ചേർക്കുക, കൂട്ടാനിലേക്ക് ചേർക്കുക. മോരൊഴിച്ച് നല്ലോണം പാകമായ ശേഷം മാത്രമേ നാളികേരം ചേർക്കാൻ പാടുള്ളൂ. നാളികേരം ചേർത്ത് കഴിഞ്ഞാൽ അധികം തിളപ്പിക്കാൻ പാടില്ല. എന്നിട്ട് നല്ലോണം ഒരു എണ്ണ ചൂടാക്കി ഈ നമ്മുടെ മാമ്പഴക്കൂട്ടാൻ വറുത്തിടുമ്പോഴേ എണ്ണ കുറയ്ക്കണ്ട കേട്ടോ. മാമ്പഴക്കൂട്ടാൻ ആ വറവിലാണ് സ്വാദിരിക്കുന്നത്. വെളിച്ചെണ്ണ ചൂടാക്കി നല്ലോണം കടുക്, ഉലുവ, ഉണക്കമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടി അങ്ങോട്ട് വറുത്തിട്ട നല്ല സൂപ്പർ മാമ്പഴക്കൂട്ടാൻ തയ്യാറായി. മാമ്പഴക്കൂട്ടാനും കൊണ്ടാട്ടമുളകും കൂടിയുള്ള ഊണ് ആഹാ പറയാനില്ല. അന്തസ് എന്ന് പറയാം. ഇപ്പോൾ ആൾക്കാർ പറയില്ലേ അന്തസ്, അങ്ങനെ തന്നെ പറയാം. അങ്ങനെ നിങ്ങളും ഒന്ന് മാമ്പഴക്കൂട്ടാൻ ഞാൻ പറഞ്ഞ പോലെ ഒന്ന് വച്ച് നോക്കി ഊണ് കഴിച്ച് നോക്കൂ കേട്ടോ. ഓക്കേ.